നമ്മുടെ മൗണ്ട് സിസ്റ്റീൻ്റെ മുതലാളിയാണ് കേട്ടോ. ഇത് അവരെ ഫാമിലിയാണ്, വൈഫും മക്കളും ഇത് അവരതാണ് കേട്ടോ. ചേച്ചി എന്താ വിശേഷം? ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോട് മുക്കം പൂവാറന്തോട് എന്ന് പറയുന്ന നല്ല അടിപൊളി സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ സാബേട്ടൻ്റെയും വൈഫിൻ്റെയും മക്കളെയൊക്കെ കൂടെയാണ് ഞങ്ങൾ എന്നുള്ളത്. അപ്പോൾ അവരുടെ ജീപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. മാഷാ അല്ലാ മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ കാണാനും താമസിക്കാനും അടിപൊളി ഫുഡുകളും കാര്യങ്ങളും നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. ഒരു വട്ടം വന്നാൽ വീണ്ടും വീണ്ടും നമ്മൾക്ക് വരാൻ തോന്നും കേട്ടോ. ഞാനും ഹസ്ബൻഡൊക്കെ ഒരു പ്രാവശ്യം പോയിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും യൂട്യൂബേഴ്സ് കുറച്ച് ആൾക്കാർ ഇപ്പോൾ പോയിരുന്നു കേട്ടോ. എന്താ പറയുക, അവിടുന്ന് നമുക്ക് പോരാൻ തോന്നില്ല കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളുമാണ്, കാണാൻ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇതാ ഈ കാണുന്നതാണ് അവരുടെ റിസോർട്ട്. അതിൻ്റെ നേരെ മുകളിൽ തന്നെ നല്ല അടിപൊളി ഒരു പാറയൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞവർ അതേപോലെ തന്നെ ഫാമിലി ഒന്നിച്ച് പോകണവർ എല്ലാവർക്കും പോകാനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു റിസോർട്ട് നമ്മൾ അറിയാതെ പോകരുത് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു പാകത്തെ റേറ്റിനും കാര്യത്തിനാണ് ഇവരിവിടെ കൊടുക്കുന്നത്. രാവിലത്തെ ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വിശാലമായിട്ടുള്ള കിച്ചനുകൾ, അതേപോലെ തന്നെ ഹാളുകൾ, റൂമുകൾ എല്ലാം നല്ല സെറ്റപ്പോട് കൂടിയാണ് കേട്ടോ ഇവരിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൗണ്ട് സിസ്റ്റി എന്ന് പറയുന്ന ഈ ഒരു റിസോർട്ട് ഉണ്ടല്ലോ, എല്ലാവരും ഒന്ന് പോയി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയുള്ളൂ. പറഞ്ഞറിയുന്നില്ലാറെ പോയിട്ട് നമ്മൾ എന്ത് അനുഭവിച്ചെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ അപ്പോൾ വ്യൂ കാണാനും കേൾക്കാനും ഒക്കെ അനുഭവിക്കാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടോ. സാബേട്ടനും ഫാമിലി അവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ചേച്ചിയാണ്. അതേപോലെ തന്നെ സാബേട്ടനും കേട്ടോ നല്ല മക്കളും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ കണ്ടു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പോകുന്നത്. ഇതാണ് കേട്ടോ അവരുടെ നമ്പർ. ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്താ നമ്മൾ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മൾ വന്നത് നഷ്ടമായിട്ടില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും മനസ്സിലാവട്ടെ. നല്ല അത്ര അടിപൊളിയാണ് കേട്ടോ. ഇവിടെ കാണാനും താമസിക്കാനും ഫുഡ് ഐറ്റംസുകളും റൂമുകളും വൃത്തിയില്ല നല്ല എന്താ പറയുക അടിപൊളി സ്ഥലമാണ്. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ ഭാഗ്യം നൽകല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ ഭാഗ്യം നൽകല്ലാ. അലിഫിന്റെ പൊരുളായ നാഥനല്ലാഹു ഞങ്ങൾക്ക് തുണയാകണേ. അല്ലാഹു ഞങ്ങൾ
ഞങ്ങളെ കാത്തിടണേ. കാരുണ്യക്കടലായ നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞിടണേ. നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ. പാപികളാകും ഞങ്ങൾക്കെല്ലാം നേർവഴി നൽകണേ. ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ. നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗഫീഖേകല്ലാ, ഭാഗ്യം നൽകല്ലാ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.